ഒരിക്കൽ പൗലോ കൊയ്ലോ ഗ്രീസിലെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ നന്നായി വിശന്നു. ഭക്ഷണം കഴിക്കാൻ പണവുമില്ല, ഇരക്കാൻ അഭിമാനമൊട്ട് അനുവദിക്കുന്നുമില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മുന്നിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി കുറച്ച് വെള്ളം ചോദിച്ചു. ആ നല്ല കടയുടമ അദ്ദേഹത്തിന് വയറ് നിറയെ ഭക്ഷണം നൽകി. പൗലോ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആലിംഗനം ചെയ്തു. കാലം കടന്നുപോയി. പിന്നീട് പൗലോ കൊയ്ലോ അറിയുന്ന എഴുത്തുകാരനായി, വലിയ കോടീശ്വരനായി. അങ്ങനെ ഇരിക്കെ പൗലോയ്ക്ക് ആ ചായക്കടക്കാരനെ വീണ്ടും കാണണമെന്ന ആഗ്രഹത്താൽ ആ ഗ്രാമത്തിൽ വീണ്ടും എത്തി. അങ്ങനെ അന്വേഷിച്ച് അകലെയുള്ള കുഗ്രാമത്തിൽ വെച്ച് പൗലോ ആ ചായക്കടക്കാരനെ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് അങ്ങയെ സഹായിക്കണം. ആ ചായക്കടക്കാരൻ പൗലോയോട് പറഞ്ഞു, അങ്ങയുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. അന്ന് ഞാൻ അങ്ങയെയല്ല, അങ്ങയുടെ വിശപ്പിനെയാണ് സഹായിച്ചത്. അങ്ങ് അന്ന് അനുഭവിച്ച ആ വിശപ്പ് എനിക്കിന്നില്ല. അതുകൊണ്ട് അതേപോലെ എന്നെ സഹായിക്കുവാൻ അങ്ങയ്ക്ക് കഴിയില്ല. എന്നോട് ക്ഷമിക്കുക എന്ന്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹായം എന്നത് ഒരു വ്യക്തിക്കല്ല, ഒരവസ്ഥയ്ക്കാണ് നൽകുന്നത്. അതിനാൽ സഹായം നൽകിയ ഒരു വ്യക്തിയെ അതേ അവസ്ഥയിൽ നമുക്ക് തിരിച്ച് സഹായിക്കാൻ ഒരിക്കലും ആവില്ല. ആവശ്യമുള്ളവൻ്റെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കുന്നതിലാണ് മഹത്വം. അത്തരത്തിൽ ലഭിക്കുന്ന ഒരു സഹായവും നമുക്ക് തിരിച്ചു നൽകി കടം വീട്ടാൻ കഴിയുന്നതുമല്ല. മാതൃത്വത്തിന് പകരം എന്ത് പകരം നൽകി നാം കടം തീർക്കും? പിച്ചവെച്ച നാൾ മുതൽ പോറ്റി വളർത്തിയ പിതാവിന് എന്ത് പകരം നൽകി കടം വീട്ടും? നമ്മളാക്കിയ പ്രകൃതിക്ക് എന്ത് പകരം നൽകി കടം വീട്ടും? എല്ലാ കടങ്ങളും തീർക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മൾ കണ്ടുമുട്ടുന്നവരോട് നന്ദിയുള്ളവരായിരിക്കുക, കരുണയുള്ളവരായിരിക്കുക. ഈ പ്രകൃതിയെ കാത്ത് സംരക്ഷിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.